ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി, ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി, ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് നോക്ക്. നീ എന്തിനാണ് ഇത് എപ്പോഴാ ലൈലാസന്റെ വാലെ തൂങ്ങി നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അടിയും ഇടിയും എന്റെ ഒരു ഷോ. അതാണ് ലൈലാസുരൻ ചേട്ടൻ. പുള്ളി വെറും ചുമ്മാണ്. അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ, ചോറുണ്ടോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ മേരി. എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ, കഴിച്ചു. ഇല്ല, കിടന്നിട്ടില്ല. കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ? നിനക്ക് വേറെ പണിയില്ലേ? നീ നിന്റെ കാര്യം നോക്കൂ. അന്തസ്സുള്ളവരൊക്കെ അങ്ങനെ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന. അഭിലാഷ് കുമാർ FM, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹീൽ. ഓളിയായിട്ട് പിള്ളേര് കളർ വെള്ളം കലക്കി ഒഴിച്ചാ. ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡി ആയിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ. എക്സാം തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചപ്പോരെ. നീ ഇതൊക്കെ എന്നോടല്ലേ ചോദിക്കണ്ടേ? പോയി അവളോട് ചോദിക്കും. ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല, അയ്യോ അവര് എക്സാം വന്നെങ്ങട്. അതേപോലെ നമ്മളുണ്ട്. അമന്യ നിന്റെ തുണ്ടെനിക്ക് തരൂലേ? ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ, എനിക്ക് പുറകിലും കണ്ണുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏതെന്നാ അറിയണാവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? വല്ല സാറുമാരൊക്കെ ആയിരിക്കും. പ്രൊഫസർ HD തരകനായിരിക്കും. ഇവിടാ എക്സാം എങ്ങനെയുണ്ടാ? നീ ജയിക്കോ? നീ ജയിച്ചാ ഞാനും ജയിക്കും. അപ്പ തോറ്റ്. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ഏതൊരു നാറി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരില്ല, അത് ഞാനാണ്. നീ എന്താണ് പറയണത് ഫിഫു? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങയാണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കും, അത് മേഴ്സി മിസ്സിന്. നാറി ഇടിച്ചോണ്ടല്ലോ. നാറികളെ നാറികളാ. അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ഞാൻ ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ, ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിനെ ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശക്ക് അവൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ, പ്ലീസ് സാറേ, പ്ലീസ്. തമാശ കളിച്ച് മിസ് മേഴ്സി ഞാൻ കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറേ?
അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ്. സാറേ ഞാൻ എങ്ങനെയാ? ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് വാ മിസ്സിന്റെ അടുത്ത് സോറി പറയാൻ പോ. നടക്കം അങ്ങോട്ട്. നീക്ക് ഇത് എങ്ങോട്ട് റൈഡിച്ച് കളി കയറി പോകുന്നത്? മേഴ്സി നൈനാൻ ദേഷ്യത്തിലായിരിക്കും. പാവം. ഞാൻ അവിടെ ചെന്ന് മേഴ്സി നൈനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോണം, മാപ്പ് പറഞ്ഞോണം. ആ ഇവൻ പറയും പറയില്ലേ? ആ പറഞ്ഞാ നിനക്ക് സാറേ, കൊള്ളാം. please, എങ്ങനെ- മതി, മതി. ആ. പറയാം. ആ മിസ് മേഴ്സി നൈനാൻ, ഞാനൊരു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അതിനാണ് ഇനിയിപ്പോ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല മിസ് മേഴ്സി നൈനാൻ, ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇല്ലേ ഉണ്ടോ ഇല്ലേ? ഇല്ലേ ഇല്ലേ? നിങ്ങൾക്ക് എന്താ കണ്ടില്ല? സോറി, ഞാൻ കണ്ടില്ല. മോളെ ഒരു കാര്യം ചെയ്യും, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. ഞാൻ അറിയാതെ പറയാതെ ഒന്നുമില്ല, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒന്ന് മാറി ഞാൻ പോട്ടെ. പ്രൊജക്റ്റോ അസൈൻമെന്റോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. നീ വാ ലൈലാസുര, നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്ലുള്ളൂ. നിനക്ക് ഹൃദയരഞ്ജന കുറെ നാളായി നീ തുടങ്ങിട്ട്. നിന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന കിങ്ങിണിയിലല്ല. അല്ല ആർക്കോ കിങ്ങിണി നെഞ്ചത്ത് കളർ മതിക്കും. ഞാൻ കിങ്ങിണി ഇങ്ങോട്ട് മാറും. കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലേ മാറാൻ. എങ്കിലും മാറാം. കിങ്ങിണി അല്ല രഞ്ജ, ആ കുട്ടി നമ്മള് ബോസ് പണി പോളിയാ. ഒരു തരി കളർ എഴുതാൻ ഞാൻ സമ്മതിച്ചില്ല. കണ്ടില്ലേ? എന്താ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല, ഏയ് ഒന്നുമില്ല. എന്തോണ്ടല്ലോ ഇയാളുടെ മുഖത്ത് ചിരിയൊക്കെ വരുമല്ലേ? ലൈലാസുറിന് ഓടി വരാണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്നാ. ആള് ഇത്ര ഉള്ളല്ലേ? അത് ഞാനും ഫിഫും കൂടി തമാശക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? കുറച്ച് സീരിയസ് ടോക്ക് ആയിരുന്നു. ലൈലാസുരൻ വന്നത് നന്നായി. ക്ലാര ഇന്ന് ലൈബ്രറി പോയില്ലേ? അത് അവിടുത്തെ ബുക്സ് മൊത്തം വായിച്ചു തീർത്താ. എന്തിനാ വീണ്ടും വരാനാണോ? പിന്നെ ഞാൻ ബുക്കുമായിട്ട് അങ്ങോട്ട്. അയ്യോ, അത് ഞാൻ അറിയാണ്ട് തമാശക്ക്. ഒന്നും മറന്നിട്ടില്ലല്ലേ? ലൈലാസുറിനെ എന്നെ കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അതിന് ആഘോഷം തുടങ്ങിയിട്ടില്ല. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ. കുഴപ്പമില്ല, നടക്കട്ടെ നടക്കട്ടെ. അറിയാണ്ട് പറ്റിപ്പോയതാ. ശരി, എന്നാ കാണാം. ആ